അതേസമയം തൃശൂർ പടിയൂരിൽ 100-ലധികം വീടുകളിലാണ് വെള്ളം കയറിയത്. പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച താൽക്കാലിക ബണ്ടിൽ വെള്ളം കെട്ടി നിന്നതാണ് കാരണം. സംഭവത്തിൽ പ്രദേശവാസികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങളും പ്രതികരണങ്ങളും കാണാം. സൂരജ് സജി വിവരങ്ങൾ നൽകും. സൂരജ്, അവിടെ ജനങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണല്ലേ? നിരവധി വീടുകളിൽ വെള്ളം കയറി, നാട്ടുകാർ പ്രതിഷേധിക്കുന്നുണ്ട്. എന്താണ് അവിടെ ഈ വെള്ളക്കെട്ടിന് കാരണം? സ്ഥിരം അങ്ങനെ വെള്ളം കയറി ബുദ്ധിമുട്ടുണ്ടാകുന്ന സ്ഥലമല്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇതെന്തോ ഒരു പ്രത്യേക കാരണം അവിടെ ഉണ്ടല്ലേ? വിജയകുമാർ, 2018 പ്രളയത്തിൽ മാത്രമാണ് ഇവിടെ വെള്ളം കയറിയിട്ടുള്ളത്. ഈ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ പടിയൂരിൽ നിർമ്മിക്കുന്ന പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ജലനിരപ്പ് ഇവിടെ ഉയരാൻ ഇടയാക്കിയിരിക്കുന്നത്. അവിടെ ഒരു താൽക്കാലികമായുള്ള ബണ്ടുണ്ട്. ഈ പാലത്തിലെ അശാസ്ത്രീയ നിർമ്മാണം കാരണം ഈ പാലം നിർമ്മാണം ഏറെ വൈകി. മഴക്കാലമായിട്ടും ഈ നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. ഇതോടുകൂടി ഈ ബണ്ട് സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ ജലനിരപ്പ് ഉയരുകയായിരുന്നത്. ഇതിപ്പോൾ ഒരു വീട്ടുമുറ്റത്ത് നിൽക്കുന്ന പൈപ്പാണ്. അപ്പോൾ ആ പൈപ്പിന്റെ ഉയരം എത്രത്തോളം ഉണ്ട് എന്ന് വിജയകുമാർ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അതായത് കുടിവെള്ളം പോലും കുടിക്കാൻ കിട്ടാത്ത അവസ്ഥയിലാണ് ഇവിടത്തുകാരുള്ളത്. പല വീടുകളിലേക്കും വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. പലരും ബന്ധുവീടുകളിലേക്കൊക്കെ ഒഴിഞ്ഞുപോയി. ഇവരെ സംബന്ധിച്ച് ഇവർ പറയുന്നത് ഈ ബണ്ട് പൊളിക്കാനുള്ള ഒരു അടിയന്തര നടപടി ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് പറയുന്നത്. ഇത് ഒരു റോഡാണ്. ആ റോഡിന്റെ ആ ഭാഗത്തൊക്കെ വെള്ളം കയറി അതിലൂടെയുള്ള ഗതാഗതം തന്നെ ദുസ്സഹമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമ്മളിപ്പോൾ നിന്ന് വീട്ടിലെ ഗൃഹനാഥനാണ് ചേരുന്നത്. ചേട്ടാ, എന്താ അവസ്ഥ മൊത്തത്തിൽ? 2018 ശേഷം ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു അനുഭവം വരുന്നത്. അല്ലെങ്കിൽ കൂടിയും നമുക്ക് 2 ദിവസം പ്രശ്നം മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇപ്പം ഇത് അവിടുത്തെ പാലത്തിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് തന്നെ വെള്ളം ഇപ്പോൾ പോകാത്ത. ഇതിന് മുന്നേ ഒരാഴ്ച മുന്നേ വെള്ളം വന്നിരുന്നത് ഇതുപോലെ. അത് അന്ന് കുറച്ച് പോയി അവിടെ പൊളിച്ചതിൻ്റെ ഇതിൽ 2 ദിവസം കൊണ്ട് വെള്ളം പോയി നമുക്ക് ഇതായിരുന്നു. പിന്നെ ഇപ്പോഴത്തെ മഴയിലാണ് വീണ്ടും ഇതുപോലെ ഇത്. ഇവിടെ കുറച്ച് പേര് കൂടി ചേരുകയാണ്. ചേച്ചി, വല്ലാത്ത അവസ്ഥയാണല്ലേ? ചെറിയ മഴ വരുമ്പോഴേക്കും വെള്ളം പെട്ടെന്നാണ് അറിയണത്. പോവാനുള്ള ഒരു ഇതില്ല വെള്ളത്തിന്. പാലത്തിന്റെ അവിടെ പൊട്ടിച്ചിടാത്ത കാരണം വെള്ളം ഒട്ടും പോണില്ല. പേടിയാണോ? പിള്ളേരൊക്കെ വിടാതിരുമ്പോ പേടിയാണ്. ഒന്നാമത് ടാങ്കിന്റെ ഉള്ളിലൊക്കെ വീഴോ കാനയുടെ ഉള്ളിലൊക്കെ വീഴോ എന്നൊക്കെ ഒരു പേടിയാണ് ഞങ്ങക്ക്. വെള്ളം കയറിക്കൊണ്ടിരിക്കുകയല്ലേ? വെള്ളം കയറിക്കൊണ്ടിരിക്കുക. വെള്ളത്തിന് കുറവൊന്നുമില്ല. ഇപ്പം ആൾക്കാർക്ക് കിടക്കാനും ബുദ്ധിമുട്ട്. പശുക്കളുണ്ട്, പശുക്കളെ കൊണ്ടുപോകാനൊക്കെ ബുദ്ധിമുട്ട്. ഞങ്ങൾ 2 ദിവസം നാള് മാറി പശുവിനെയൊക്കെ കൊണ്ടുപോകണം. പോണ വീട്ടുകളിൽ പശുവിനെ കെട്ടാനല്ല. അതാണ് വിജയകുമാർ, പല വീടുകളിലേക്കും വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നത്. അവിടെ നിന്നൊക്കെ ഉള്ളിലൊക്കെ സൈക്കിളൊക്കെ ചവിട്ടി തള്ളിക്കൊണ്ടൊക്കെ വരുന്നത് കാണാം. അതായത് അത്രമാത്രം ഒരു ഏരിയ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവർ പറയുന്നത് ഈ തഹസിൽദാർ അടക്കം എത്തിക്കൊണ്ട് ഒരു അടിയന്തര നടപടൽ, അതായത് ഈ ബണ്ട് പൊളിച്ച് കളയുന്നതിന് വേണ്ടിയുള്ള ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ് ഇവർ സൂചിപ്പിക്കുന്നത്. അങ്ങോട്ടൊക്കെ ചേച്ചിയൊക്കെ പോകുന്ന ദൃശ്യങ്ങൾ കാണാം. അവരുടെയൊക്കെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി അവർ പ്രയാസപ്പെടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് നമ്മൾ കയറുകയാണെങ്കിൽ ആ ഒരു ഏരിയയിലുള്ള വീടുകളിലെല്ലാം തന്നെ, അതായത് അക്കരയും വീടുകളുണ്ട്, അവിടെ എല്ലാം വെള്ളം കയറിയിരിക്കുന്നു. 100-ലധികം വീടുകളിലാണ് വെള്ളം കയറിയിരിക്കുന്നത്. പക്ഷേ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഒരു കാര്യക്ഷമമായ ഇടപെടൽ ഇവിടെ ഉണ്ടാകുന്നില്ല. കാരണം പടിയൂർ പഞ്ചായത്ത് ഇവിടെ നിന്ന് ഒരു 200 മീറ്റർ അകലെയാണ് പടിയൂർ പഞ്ചായത്ത് ഉള്ളത്. അവിടെയാണ് ഈ ജനങ്ങൾ പ്രതിഷേധം അറിയിച്ചെത്തിയത്. പക്ഷേ അവർക്ക് പോലും ഈ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരം കാണാനാകുന്നില്ല. ഇതോടുകൂടിയാണ് ജനങ്ങൾ വലിയ കടുത്ത പ്രതിഷേധത്തിലേക്ക് പോയിരിക്കുന്നത്. വിജയകുമാർ.